ഹരി ഓം. ശ്രീമന്നാരായണീയം ദശകം 2 ശ്ലോകം 9. അത്യായാസകരാണി കർമ്മ പടലാന്യാചര്യ നിര്യന്മലാ ബോധേ ഭക്തിപഥേ ധവാപ്യുചിതിതാം ആയാന്തി കിം താവദാ ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപു ബ്രഹ്മാഖ്യമന്യേ പുനഃ ചിത്താർദ്രത്വഭൃതേ വിചിന്യ ബഹുഭി സിദ്ധ്യന്തി ജന്മാന്തരേ. ശ്രീഹരേ നമ. അത്യായാസകരാണി കർമ്മപടലാനി. ചിലർ വളരെ അധികം ബുദ്ധിമുട്ടുള്ള കർമ്മങ്ങളെല്ലാം നടത്തി മനഃശുദ്ധി കൈവന്നവരായിട്ട് ആചര്യ നിര്യന്മലാ ബോധേ, അജ്ഞാനയോഗത്തിനോ അല്ലെങ്കിൽ ഭക്തിയോഗത്തിനോ അഥവാ ഭക്തിപദേ അഭി യോഗ്യതയുള്ളവരായിത്തീരുന്നു. ഉചിതമാം ആയാന്തി താവതാക്കിം, അത്രയും കിടന്തു പ്രയോജനം. അന്യേ പുനഃ, വേറെ ചിലരാകട്ടെ തർക്കപദേ ക്ലിഷ്ട്വാ, യുക്തി എന്തുകൊണ്ട് വിഷമിച്ചിട്ട് ചിത്താർദ്വത്വം ഹൃദേ, മനസ്സിലായവരായിട്ട് ബ്രഹ്മാക്യം തവപരം വപുഹു, ബ്രഹ്മം എന്ന് പറയുന്ന അങ്ങയുടെ നിർഗുണ വിചിന്യ ബഹുബി സ്വരൂപം ധ്യാനിച്ച അനേകം ജന്മങ്ങളെ ജന്മാന്തരേഹി സിദ്ധ്യന്തി, അനേകം ജന്മങ്ങളെ കൊണ്ട് മോക്ഷം പ്രാപിക്കുന്ന കർമ്മയോഗം കേവലം മനഃശുദ്ധിക്ക് മാത്രം ഉതകുന്നു. കർമാനുഷ്ഠാനം കൊണ്ട് രാഗദ്വേഷാദി രഹിതമായ മനസ്സ് ശുദ്ധമായാൽ ജ്ഞാനയോഗത്തിന് അധികാരികൾ ആവുന്നു. ഭക്തിയോഗത്തിനും അത് സഹായമായി തീരും. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. ഹരി ഓം. നിത്യവും നിയതവുമായ കർമ്മയോഗധർമ്മത്തിൻ്റെ ഫലപ്രാപ്തിക്കുള്ള, അതായത് ആഗ്രഹം കൂടാതെയുള്ള ആചരണം ഒന്നിലും ആസക്തിയില്ലാതെ ഫലേച്ഛ കൂടാതെ മിക്കവാറും അസാധ്യം തന്നെയാകുന്നു. അങ്ങനെ ചെയ്യുവാൻ ഉപനിഷത്തുകൾ വിശദീകരിച്ചിട്ടുള്ളതും ബ്രഹ്മജ്ഞാനം കൊണ്ട് നേടേണ്ടതുമായ പരമപദങ്ങളാകട്ടെ എല്ലാ വശങ്ങളിലും അവ്യക്തമായിരിക്കുന്നതിനാൽ ഹൃദയത്തിന് കടന്നു ചെല്ലാൻ പറ്റാത്തതാകുന്നു. ഹേ സർവശക്തനായ മഹാവിഷ്ണു, അക്കാരണത്താൽ അങ്ങയിൽ മാത്രം പ്രേമരൂപത്തിലുള്ള ഭക്തി എപ്പോഴും മധുരവും ശ്രേയസ്കരവുമാണ്. അത്യധ്വാനം ഉളവാക്കുന്ന കർമ്മസമൂഹങ്ങൾ ആചരിച്ച് നിർമ്മല ചിത്തരായി തീർന്നവർ ജ്ഞാനമാർഗത്തിൽ അഥവാ ഭക്തിമാർഗത്തിൽ മാന്യരായി ഭവിക്കുന്നു. അതുകൊണ്ട് മാത്രം പ്രയോജനമില്ല. മറ്റു ചിലർ അങ്ങയെ പ്രാപിക്കാൻ വേണ്ടി യുക്തിമാർഗം സ്വീകരിക്കുന്നു. അവർ കുറെ കാലം വളരെയധികം കഷ്ടപ്പെട്ട് മനസ്സിന് ഒരിക്കലും ആർദ്രത കൈവരാതെ ബ്രഹ്മമെന്ന പേരിലുള്ള അങ്ങയുടെ നിർഗുണ സ്വരൂപത്തെ ധ്യാനിക്കുകയും അനേകം ജന്മങ്ങൾക്ക് ശേഷം സായുജ്യം നേടുകയും ചെയ്യുന്നവർക്ക് വളരെയധികം ജന്മങ്ങൾ എടുക്കേണ്ടി വരും. എന്നാൽ ഭക്തി യോഗത്തിലാകട്ടെ, അതായത് ആ പ്രേമഭക്തി, ഗോപികളുടെ ആ പ്രേമഭക്തി അങ്ങനെയുണ്ടായാൽ തീർച്ചയായിട്ടും എളുപ്പം തന്നെ ഭഗവത് സായുജ്യം നേടാൻ സാധിക്കും. അങ്ങനെ ഭക്തി തന്നു നൽകണമേ എന്ന പ്രാർത്ഥന എപ്പോഴും നമ്മളുണ്ടായി തീരട്ടെ. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. ഹരി ഓം. മൂർഖനോ ശ്രീഹരി തിരുമേനിച്ച് എഴുതിയ നിരനാരായണീയം എന്ന പുസ്തകത്തിലെ 4 വരി പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. കർമ്മയോഗമാചരിച്ചു നിർമ്മലരായിത്തീരുന്നവർ ഭക്തിമാർഗേ ചാരിച്ചു നൽ മോക്ഷം നേടുന്നു. യുക്തിമാർഗം കൊണ്ടു ചിലർ ചിത്താർദ്രത ലഭിക്കാതെ നിർഗുണരൂപത്തെ ഹൃദി ധ്യാനിച്ചിടുന്നു. ശ്രീഹരേ നമ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. മഹാലക്ഷ്മി അഷ്ടകം. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ.
നമസ്തേ ഗരുഡാരൂഢേ കോലാസുരഭയങ്കരി സർവപാപഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. സർവജ്ഞേ സർവവരദേ സർവദുഷ്ടഭയങ്കരി സർവദുഃഖഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. സിദ്ധിബുദ്ധിപ്രദേ ദേവി ഭുക്തിമുക്തിപ്രദായിനി മന്ത്രമൂർത്തി സദാ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. ആദ്യന്തരഹിതേ ദേവി ആദ്യശക്തി മഹേശ്വരി യോഗജേ യോഗസംഭൂതേ മഹാലക്ഷ്മി നമോസ്തുതേ. സ്ഥൂലസൂക്ഷ്മമഹാരൗദ്രേ മഹാശക്തി മഹോദരേ മഹാപാപഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. പദ്മാസനസ്ഥിതേ ദേവി പരബ്രഹ്മസ്വരൂപിണി പരമേശി ജഗന്മാതാർ മഹാലക്ഷ്മി നമോസ്തുതേ. ശ്വേതാംബരധരേ ദേവി നാനാലങ്കാരഭൂഷിതേ ജഗസ്ഥിതേ ജഗന്മാതാർ മഹാലക്ഷ്മി നമോസ്തുതേ. മഹാലക്ഷ്മ്യഷ്ടകം സ്തോത്രം യഃ പഠേൻ ഭക്തിമാൻ നരഃ സർവസിദ്ധിമവാപ്നോതി രാജ്യം പ്രാപ്നോതി സർവദാ. ഏകകാലേ പഠേ നിത്യം മഹാപാപവിനാശനം ദ്വികാലം യഃ പഠേ നിത്യം ധനധാന്യസമന്വിതം ത്രികാലം യഃ പഠേ നിത്യം മഹാശത്രുവിനാശനം മഹാലക്ഷ്മിർഭവേ നിത്യം പ്രസന്ന വരദാ ശുഭ. 1 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളുടെ ലളിതാർത്ഥം. ഹേ മഹാമായേ ശ്രീപീഠേ ദേവരാൽ പൂജിക്കപ്പെട്ടവളെ, ശംഖചക്രഗതകളെ കയ്യിൽ ധരിച്ചവളെ മഹാലക്ഷ്മി, നിനക്ക് നമസ്കാരം, അവിടത്തേക്ക് നമസ്കാരം. ഹേ ഗരുഡോപരി വിളങ്ങുന്നവളെ, കോലാസുരമർദിനി സർവപാപഹരേ മഹാലക്ഷ്മി, അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം. ഭക്തിയുക്തനായ ഏതൊരു പുരുഷൻ ഈ മഹാലക്ഷ്മി സ്തവത്തെ പഠിക്കുന്നുവോ അവൻ സർവസിദ്ധികളെയും രാജത്വത്തെയും പ്രാപിക്കുന്നു. ദിവസം ഒരിക്കൽ പ്രഭാതത്തിൽ ജപിച്ചാൽ പാപങ്ങളെല്ലാം നശിക്കും. 2 പ്രാവശ്യം ജപിച്ചാൽ ധനധാന്യങ്ങൾ വർദ്ധിക്കും. 3 നേരവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ജപിച്ചാൽ, അല്ലെങ്കിൽ 3 പ്രാവശ്യം ജപിച്ചാൽ ശത്രുക്കളെല്ലാം നശിക്കും. ശുദ്ധിയായ മഹാലക്ഷ്മി അവനിൽ വരപ്രദയായി ഭവിക്കും. ഇത് ഇന്ദ്രനാൽ രചിക്കപ്പെട്ട അഷ്ടകമാണ്. സർവം ശ്രീ മഹാദേവി സമർപ്പയാമി. ഹരി ഓം.